എക്സലിൻ്റെ ബേസിക്സ് അറിയാവുന്നവർക്കായിട്ട് അതിൻ്റെ അഡ്വാൻസ്ഡ് ലെസൺസിൻ്റെ ഒരു ചെറിയ സെഷനാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ബേസിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സലിൻ്റെ അകത്തുള്ള ബേസിക് ഫോമാറ്റിങ്, അതുപോലെ തന്നെ എക്സലിലെ ബേസിക് ടാബുകൾ അറിയാം. പിന്നീട് നമുക്ക് എക്സലിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ഫോമുലകൾ, സമ്മ്, പ്രോഡക്റ്റ്, അതുപോലെയുള്ള ചെറിയ ഫോമുലകൾ, അതുപോലെ പിവറ്റ് ടേബിൾ, സമ്മീഫ് തുടങ്ങിയിട്ടുള്ള കുറച്ച് ടൂളുകളും കൂടി അറിയാവുന്ന ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്ക് അവരുടെ അണ്ടർസ്റ്റാൻഡിങ് ഒന്ന് ഡെവലപ്പ് ചെയ്യാനും അതുപോലെ അതിൻ്റെ അകത്ത് കുറച്ചും കൂടി നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ഉള്ള മെത്തേഡ്സാണ് നമ്മളിതിൽ പഠിക്കുന്നത്. കൂടാതെ എക്സലിൽ കുറേ അഡ്വാൻസ്ഡ് ഫോമുലകളുണ്ട്. ഇപ്പോൾ നമുക്ക് EMI കണ്ടുപിടിക്കാനാണെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനാണെങ്കിലും നമ്മൾ ഓരോ തവണയും അത് മാനുവലി കാൽക്കുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ റിപ്പീറ്റഡ് ഫോമുലാസ് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയോ വേണ്ട, സിംഗിൾ ഷോർട്ട് കട്ട് ഫോമുലകളിൽ അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് എക്സലിൽ മെത്തേഡ്സ് ഉണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് അക്കൗണ്ടിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാങ്കിങ് ഒക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഫോമുലകൾ പഠിക്കാം. അതോടൊപ്പം എക്സലിൽ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിൽ ഹൈപ്പർ ലിങ്കിങ്, അതുപോലെ ഒരു എക്സൽ ഷീറ്റിലുള്ള ഗ്രൂപ്പിംഗ്, സബ് ഗ്രൂപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും, പിന്നെ പിവറ്റ് ടേബിളിൽ തന്നെ ഒരു ഫിഗേഴ്സ് എങ്ങനെ എടുക്കാം, അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻസ് ലെസൺസാണ് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കുന്നത്.